തെരഞ്ഞെടുപ്പിനിടെ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി കരുവന്നൂർ കേസിലെ ഇഡി അന്വേഷണം. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചയും തുടരും. ഇന്നലെ 12 മണിക്കൂറോളമാണ് ഇഡിയും ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്തത്. എം വർഗീസിന്റെ ഫോണും പിടിച്ചെടുത്തു. തിങ്കളാഴ്ച പി.കെ. ബിജുവിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരും. ഡാനി, തിങ്കളാഴ്ച എം വർഗീസിനെയും ഒപ്പം പി.കെ. ബിജുവിനെയും ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ടോ? വിവരങ്ങൾ. പാർവതി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫേസിലേക്ക് വരുമ്പോൾ കൂടുതലായും തന്നെ CPM നേതാക്കളെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ പി.കെ. ബിജുവുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഉണ്ട്, ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭാ കൗൺസിൽ അംഗവുമായ പി.കെ. ഷാജൻ ഉണ്ട്. ഇങ്ങനെ ഇവരെല്ലാം തന്നെ തുടർ ചോദ്യം ചെയ്യലുകളാണ് ഈ ദിവസങ്ങളിലേക്ക് നടന്നിരിക്കുന്നത്. അത് പ്രധാനമായും തന്നെ പി.കെ. ബിജുവിൻ്റെ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം. കരുവന്നൂർ ബാങ്കിൽ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച പാർട്ടി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ പി.കെ. ബിജു ആയിരുന്നു. അത് സംബന്ധിയായ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അത് കൈമാറിയിരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പലരെ മൊഴികളിൽ തന്നെയും പി.കെ. ബിജുവിനെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യവും തന്നെ നിലനിൽക്കുന്നു. ഒപ്പം ഇതിൽ ഒരു ഇടപാടുകാരനായ ജിജോറിൻ്റെ മൊഴിയിലും പി.കെ. ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദീകരണം തേടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ എം വർഗീസ് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് നേടിയെങ്കിലും പിന്നീട് വീണ്ടും ഇഡി തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അദ്ദേഹം ഹാജരായി എന്നതാണ്. ഒപ്പം തന്നെ പി.കെ. ബിജുവും കൃത്യമായി തന്നെ ഹാജരാകുകയും ചെയ്തു. പി.കെ. ഷാജനും ഹാജരായിരിക്കുന്നു. ഇവരെല്ലാം ആദ്യഘട്ട ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായിരുന്നു. ഇന്നലെ വളരെ വൈകിയാണ് 11 മണിയോളം എടുത്തിരുന്നു. രാത്രി 11 മണിയോടെയാണ് എം വർഗീസിനെയും പി.കെ. ഷാജനെയും വിട്ടയക്കുകയും ചെയ്തത്. ഇവരോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പി.കെ. ബിജുവിനോടും തിങ്കളാഴ്ച ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടു പേരും ഒരേ സമയം തന്നെ ഇഡി ഓഫീസിൽ ഉണ്ടാകും എന്നതാണ് നിലവിലത്തെ ഒരു സൂചനകളനുസരിച്ച് മനസ്സിലാകുന്നത്. അവർ ഈ നിർദ്ദേശം അനുസരിച്ച് എത്തുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ പാർവതി ചോദിച്ചതുപോലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുത്തി ഇത് സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരണം തേടുക എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇതിൽ ആദായ നികുതി വകുപ്പിൻ്റെയും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഈ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ ഇടപാടുകൾ ഉണ്ടായിരുന്ന ബാങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 3 കോടിയിലധികം രൂപ അതിൽ ഈ അക്കൗണ്ടിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് CPM സമർപ്പിച്ച റിട്ടേണുകളിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ അക്കൗണ്ടുകൾ വന്നിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് ബാങ്കിലേക്ക് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചെല്ലുകയും അവിടേക്ക് ഇവിടെ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എം വർഗീസിന് ഇവിടെ കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ താൽക്കാലികമായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഡാനി, മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് പാർട്ടി റിപ്പോർട്ട് ഇഡിക്ക് ചോർത്തി നൽകിയെന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നില്ലേ? എന്താണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പാർവതി, ഈ ഒരു ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് കരുവന്നൂർ കേസ് മുഴുവനായി തന്നെ മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയിലേക്ക് ഇത് സംബന്ധിയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ 2 കമ്മിറ്റികളിലും തന്നെയും ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. സെക്രട്ടേറിയറ്റിൽ 10 പേരുടെ പക്കലേക്ക് ഈ ഒരു റിപ്പോർട്ട് എത്തിയിരുന്നു. പിന്നീട് ഇത് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക്
ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള 2 പേരായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നപ്പോൾ ഇവരിൽ നിന്ന് ഈ റിപ്പോർട്ട് ചോർന്ന് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ളൊരു സംശയം പാർട്ടിയിൽ ബലപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ കൂടുതൽ നേതാക്കളെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും.